നമസ്കാരം. നല്ലൊരു ഓണക്കാലമാണ്. മഴയുണ്ടാക്കിയ ചില ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളൊക്കെ മാറി നമ്മളെല്ലാവരും ഓണാഘോഷത്തിൻ്റെ ഒരു മൂഡിലേക്കാണ്. ഇനിതാ 3 ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരുവോണം ഇങ്ങ് എത്തുകയായി. ഓണം ഇങ്ങനെ നമ്മുടെ വീടുകളിലേക്ക് കയറാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ ഓണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഓണത്തിൻ്റെ സദ്യ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആകർഷണവും ഓണസദ്യയ്ക്ക് തന്നെയാണ്. അപ്പോൾ ഈ ഓണസദ്യ എന്ന് നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ സദ്യ എന്ന് പറയുമ്പോൾ, നമ്മുടെ മലയാളികളുടെ എല്ലാം തന്നെ മനസ്സിലേക്ക് ഓടി വരുന്ന 3-4 പേരുകളുണ്ട്. അങ്ങനെ ഒരു പേരാണ് പഴയിടം മോഹനൻ നമ്പൂതിരിയുടേത്. വാക്ക് ദ ടോക്കിൻ്റെ ഈ ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പഴയിടം മോഹനൻ നമ്പൂതിരിയുമായിട്ടാണ്. സദ്യയുടെ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഈ വർഷങ്ങളായുള്ള പാചകത്തിലുള്ള എക്സ്പീരിയൻസ്, കാര്യങ്ങളെല്ലാം നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം. നമസ്കാരം, സ്വാഗതം. നമസ്കാരം. ഈ ഓണ സീസണാണ്, സദ്യകളുടെ മേളമാണ്, കാലമാണ്. അതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഓടി വന്നതാണ്. അപ്പോൾ ഞാൻ ചോദിക്കാൻ ആദ്യം മുതലേ അങ്ങയോടെല്ലാം ചോദിച്ചു തുടങ്ങാം എന്ന് വിചാരിച്ചിട്ടാണ്. ഈ ഫിസിക്സ് പഠിച്ച് ഫിസിക്സിൽ ബിരുദാനന്തര ബിരുദമൊക്കെ കഴിഞ്ഞ് ശേഷമാണിപ്പോൾ ഈ ഒരു പാചകത്തിലേക്ക് വന്ന് അതിലൊരു പേരെടുത്ത് അപ്പം സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു പേരായിട്ട് അങ്ങ് മാറിക്കഴിഞ്ഞു. അപ്പം എങ്ങനെയാണ് ഈ പാചകത്തിലേക്ക് വരുന്നത് എന്ന് അറിഞ്ഞാൽ കൊള്ളാം. വളരെ കാഷ്വലായി രംഗത്ത് വന്നാണ് പാചക രംഗത്ത്. അത് ശരി. ഞങ്ങൾക്കിപ്പോൾ ഒരു എന്താ പറയുക, അറിയാമല്ലോ, ഞാനൊരു ബ്രാഹ്മൺ കമ്മ്യൂണിറ്റി നിന്നാണെന്നുള്ള അറിയാമല്ലോ. ഞങ്ങൾക്കിപ്പോൾ 2 ഓപ്ഷനുള്ളൂ. ഒന്നുകിൽ ഏതെങ്കിലും അമ്പലങ്ങളിൽ നമ്മൾ പൂജാരിയായിട്ട് പോകും, അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ജോലി ലഭിക്കാത്ത ഒരാളുടെ കാര്യമായി പറയണം. അല്ലെങ്കിൽ പിന്നെ ജോലിക്കൊക്കെ വേണ്ടി ഒരുപാട് കുറേ ട്രൈ ചെയ്യുന്നു. ഏതാണ്ട് 126ഓളം ടെസ്റ്റുകൾ എൻ്റെ ഓർമ്മയിൽ എഴുതിയിട്ട് ഓർക്കുന്നുണ്ട്. പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിലൊന്നും നടന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ പഠനം കഴിഞ്ഞതിന് ശേഷം പിന്നെ 2 ഓപ്ഷനാണുള്ളത്. പിന്നെ ഒന്നെങ്കിൽ പൂജയ്ക്ക് പോകും, അങ്ങനെ അല്ലെങ്കിൽ പിന്നെ പാചകരംഗത്ത്. ഞങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രത്യേകത ആ കാലഘട്ടങ്ങൾ, ഐ തിങ്ക് 80കളിലാണ്. നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടമായിട്ട് ഒരിക്കലും തന്നെ കമ്പയർ ചെയ്യാൻ പാടില്ല. അപ്പോൾ അന്നിപ്പോൾ ഇതിന് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് റിസൾട്ട് കിട്ടുന്നത് ശരിക്കും പാചകമായതുകൊണ്ട് പിന്നെ ഞാനത് തിരഞ്ഞെടുത്തുന്നുള്ളത്. കുടുംബത്തിലപ്പം പാചകത്തിന് ഇല്ല, ആരും ഇല്ലായിരുന്നു. തന്നെ തീരുമാനിച്ചതാണ് പാചകം. അതെ. വളരെ അറിയാതെ എങ്ങനെ വന്ന് അതിൻ്റെ അകത്ത് അതിലും അത്ഭുതകരമായിട്ട് തന്നെ അറിയാതെ എസ്റ്റാബ്ലിഷ്ഡ് ആയെന്നുള്ളതാണ് സത്യം. ചെറുപ്പത്തിൽ ഈ പാചകത്തിലൊക്കെ താല്പര്യമുള്ള ആളായിരുന്നോ? അങ്ങനെയൊക്കെ ആണെന്ന് ചോദിച്ചാൽ നമ്മൾ അടുക്കളയിൽ എല്ലാത്തിനും ചെയ്യുന്നുള്ളതുണ്ടാവും. ഈ പക്ഷേ നമ്മളിപ്പോഴത്തെ ചെയ്യുന്നൊരു പാചകമായിട്ട് വലിയ പ്രത്യേകിച്ച് ബന്ധമൊന്നും ഇല്ലല്ലോ. അല്ല, എന്നാലും നമ്മൾ പാചകത്തിൽ ഇനി പാചകം ചെയ്യാം എന്ന് തീരുമാനിക്കണമെങ്കിൽ അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോൾ അറിയാതെ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, അതിൽ വിജയിച്ചു എന്നുള്ളേ ഉള്ളൂ. അങ്ങനെ അപ്പോൾ മറ്റ് ഓപ്ഷനുകളൊന്നും ശരിയാവാതെ വന്നപ്പോൾ പാചകമാണ് ഇനി ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് വേറെ ബിസിനസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പക്ഷേ നമ്പൂതിരിയാരോട് കച്ചവടം ചെയ്യാൻ പറഞ്ഞിട്ടില്ലാത്ത കാരണം പൊളിഞ്ഞു പോയി. അത് ശരി. അപ്പം അങ്ങനെയാണ് പാചകത്തിലേക്ക് വന്നത്. അപ്പം ഇപ്പം എത്ര സദ്യകൾ ചെയ്തിട്ടുണ്ടാവും? അതൊരു ഓർമ്മയിലൊന്നും അത്ര പറയാൻ പറ്റില്ല. പക്ഷേ സ്കൂൾ കലോത്സവങ്ങളിലൂടെ മാത്രം കഴിഞ്ഞ 25 വർഷങ്ങളായിട്ട് ഏതാണ്ട് 2.5 കോടിയിലേറെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞു. കലോത്സവങ്ങളിലൂടെ മാത്രം, മറ്റ് സദ്യകളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പം ഈ കലോത്സവത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് കൂടെ ചോദിക്കുകയാണ്. അപ്പം കലോത്സവം ഓരോ തവണയും ഓരോ ജില്ലയിലായിട്ടായിരിക്കും. കഴിഞ്ഞ തവണ ഇപ്പം തൃശ്ശൂരായിരുന്നു, അതിന് മുമ്പത്തെ തവണ വേറൊരു തിരുവനന്തപുരത്തായിരുന്നു. അപ്പോൾ നമ്മൾ ഈ തിരുവനന്തപുരത്ത് സദ്യ ഉണ്ടാക്കുന്നത് പോലെയല്ല നമ്മൾ തൃശ്ശൂർ പോയി കഴിഞ്ഞാൽ സദ്യ ഉണ്ടാക്കുക. ഭക്ഷണ വ്യത്യാസം ഉണ്ടല്ലോ. തിരുവിതാംകൂർ സദ്യയുണ്ട്, മധ്യ കേരളത്തിൻ്റെ സദ്യയുണ്ട്, മലബാറിൽ വേറൊരു സദ്യയാണ്. ഞങ്ങളൊക്കെ മലബാറുകാരാണ്. അപ്പം അങ്ങനെ ഒരു ഈ പല ഇപ്പോൾ കേരളത്തിൻ്റെ പല മേഖലകൾ എടുത്തു കഴിഞ്ഞാൽ അപ്പം അതിനൊരു ഡിഫറൻഷിയേഷൻ നമ്മൾ കൊണ്ടുവരണമല്ലോ ഓരോ സ്ഥലത്തും സദ്യ ഉണ്ടാക്കുമ്പോൾ. അതെങ്ങനെയാണ് ചെയ്യുന്നത്? അതൊരു കോമൺ പ്ലാറ്റ്ഫോം എടുക്കും നമ്മൾ. ഇപ്പോൾ പൊതുവെ അതിൻ്റെ അകത്ത് തൃശ്ശൂരൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ തൃശ്ശൂരിൻ്റെ എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊരു ഐറ്റം കൂടി നമ്മളതിൽ ആഡ് ചെയ്തുകൊണ്ട്, കോട്ടയം മധ്യ തിരുവിതാംകൂറിൻ്റെ അതൊരു മധ്യ തിരുവിതാംകൂറിലെ ഒരു ശൈലി എന്ന് പറയുന്നത് ഏതാണ്ടൊരു കോംപ്രമൈസ്ഡ് ആയിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അപ്പോൾ എനിക്ക് തിരുവിതാംകൂറല്ല, മധ്യ തിരുവിതാംകൂർ. അപ്പോൾ തെക്കോട്ടും വടക്കോട്ടും മാറാം, അവിടെ ഒന്നുണ്ട്. അപ്പോൾ ആ രീതിയിലേക്ക് കൊണ്ടുപോകാന്നുള്ളത് പറ്റുള്ളൂ. പിന്നെ അതൊരു നാടിൻ്റെ സ്പെഷ്യാലിറ്റിയോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു പ്രത്യേകതകളൊക്കെ കൊണ്ടുവരുന്നതിനേക്കാൾ അപ്പുറം തന്നെ അതൊരു മാസ് പ്രോഗ്രാമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് വോളിയമാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് പോകുമ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു രീതി ചെയ്യാന്നുള്ളതാണ്.
അല്ല അത് സ്കൂൾ കലോത്സവത്തിന്റെ കാര്യത്തിൽ അത്രയും അത്രേ ഇപ്പൊ ഉള്ളത്. പൊതുവെ നമ്മൾ സദ്യയുടെ അല്ല, കാര്യം സദ്യയുടെ പറഞ്ഞു കാര്യത്തിൽ ഇപ്പം നമ്മൾ സാധാരണയ്ക്ക് വടക്കൻ കേരളത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ അവരോട് തന്നെ ചോദിക്കും, നിങ്ങൾക്ക് ഏതാണ് ഓപ്ഷൻ, വടക്കൻ കേരളത്തിലാണോ അതോ തെക്കൻ കേരളത്തിലാണോ അതോ മധ്യ തിരുവിതാംകൂറാണോ? അപ്പോൾ ഓരോരുത്തരും അവരുടെ ക്യാരക്ടറിസ്റ്റിക് രീതി തന്നെ വേണമെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യും. അങ്ങനെ അല്ല എന്ന് വരുമ്പോൾ നമ്മുടെ രീതിക്ക് ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പൊ അവരങ്ങനെ വേണമെന്ന് പറയുമ്പോ ആ രീതി അറിയാവുന്ന അത് ചെയ്യാം, അത് നമ്മൾക്ക് ചെയ്യാം. ആളുകൾ വേണ്ടേ, അല്ലെങ്കിൽ അല്ല, നമ്മൾ അത് നമുക്കറിയാം. അറിഞ്ഞിരിക്കും. നമുക്കറിയാലോ. അപ്പൊ ഈ കേരളത്തിൽ പാലക്കാട് ഭാഗത്തൊക്കെ ആ. ഞാൻ കഴിച്ചതിന്റെ എൻ്റെ ഒരു അറിവ് വെച്ച് എല്ലാം ഈ ഇതാണ് കുറുക്ക്, കാളനാണെങ്കിൽ അതായത് വടക്കൻ കേരളത്തിൽ അങ്ങനെ തൃശ്ശൂർ വിട്ടപ്പന്നെ കുറുക്കാളിനാണല്ലോ. അല്ല അപ്പൊ കോഴിക്കോട് അങ്ങനെ ഇല്ല. കോഴിക്കോടും ഉണ്ട്, കുറുക്കാളിനുണ്ട്. ഇല്ല, ഞാൻ കോഴിക്കോടാണ്. അപ്പൊ നമുക്ക് അവിടെ അങ്ങനെ ഇല്ല. പുളിശ്ശേരി എന്ന് പറയുകയാണെങ്കിൽ പുളിശ്ശേരി ഉണ്ടാകുക, അല്ലെങ്കിൽ കുറുക്കാളിനാണ്. അത് ശരി, ഓക്കെ. അപ്പൊ അതൊക്കെ നമ്മൾ അതെങ്ങനെയാ മനസ്സിലാക്കുക? അതറിയാലോ നമുക്ക്. എങ്ങനെ അറിയാമെന്നാണ് ഞാൻ. അല്ല, അത് ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മൾ പല സ്ഥലത്ത് പോയി ചെയ്യൽ മാത്രമല്ല, നമ്മൾ പല ആൾക്കാരുടെ കൂടുതലും നേരത്തെ തന്നെ ഇതിൻ്റെ ഒരു കൊമേഴ്സ്യലായിട്ട് ഇത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒരുപാട് വേറെ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരുടെ കൂടുതൽ നടന്ന് തന്നെ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കതൊക്കെ അറിയാം, പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ. അപ്പം ഈ ഏറ്റവും കൂടുതലായിട്ട് ചെയ്തിട്ടുള്ളത് കലോത്സവങ്ങളിലൂടെയാണ് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത് ഈ പേര്. ഇപ്പം 25 വർഷമായിട്ട് ചെയ്യുന്നു. 25 വർഷം. 2000 മുതൽ തുടങ്ങി. 2000 മുതൽ ജില്ലാതല മത്സരങ്ങളിലേക്ക് കടന്നു. 2006 ആദ്യത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം തുടങ്ങി. അന്ന് മുതൽ ഇന്ന് വരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ. അപ്പോൾ അതിൽ 2023 ആണ് എൻ്റെ ഓർമ്മ, ഒരു ചെറിയൊരു വിവാദമൊക്കെ കോഴിക്കോട് 2023 കോഴിക്കോട് കലോത്സവത്തിലാണ്. അത് കോഴിക്കോട് കലോത്സവത്തിലെ ചെറിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പക്ഷേ ചില തൽപര കക്ഷികളുടെ ചില ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളതിനപ്പുറത്തേക്ക് അതിനെക്കുറിച്ചൊന്നും നമ്മൾ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അത് മറന്നു കഴിഞ്ഞു. അതൊക്കെ മറന്നു കഴിഞ്ഞു. അതൊക്കെ അന്ന് തന്നെ പറഞ്ഞല്ലോ. അന്നുണ്ടായത് ഈ നോൺ വെജുമായി ബന്ധപ്പെട്ടാണ്. അങ്ങയുടെ പേരും അങ്ങയുടെ ജാതിയുമാണ് അതിൽ ഏറ്റവും. അങ്ങനെയല്ല, അതിൻ്റെ അകത്ത് ജാതിയൊന്നും പറയാൻ പാടില്ല കേട്ടോ. കാരണം നമ്മളിത് സ്കൂൾ കലോത്സവങ്ങളിൽ നോൺ വെജ് കൊടുക്കാമെന്നുള്ളത് അത് അത്ര പ്രാക്ടിക്കലല്ല. കാരണം ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മൾക്ക് കിട്ടുന്ന ഒരു നമ്പേഴ്സ് ഉണ്ടല്ലോ, ആ നമ്പേഴ്സും പിന്നെ വന്ന് കഴിക്കുന്ന ആൾക്കാരുടെ എണ്ണമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ്. അത് പലപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അവരെത്ര പേരായിരിക്കും, എത്ര പേർക്ക് സദ്യ വേണമെന്നായിരിക്കും അവർ നമ്മൾ സാധാരണ ഒരു 10 to 15 മാക്സിമം പറയാം. പക്ഷേ അതൊരു 20,000-25,000 30,000 കഴിഞ്ഞ തവണ കലോത്സവത്തിൽ 30,000 പേര് കഴിച്ചു. അതെ. ഉച്ചയ്ക്ക് മാത്രം തന്നെ 25,000-27,000 ആൾക്കാർ വന്ന് കഴിച്ചു പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പറയുന്നത് നോൺ വെജ് അറിയാമല്ലോ, നോൺ വെജിന് എല്ലാം പീസാണ് വരുന്നത്. അതൊന്നും നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവില്ല. പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ഇത്രയും ബൾക്കായിട്ടുള്ള സാധനം നമുക്ക് സ്റ്റോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഉണ്ടാക്കാനോ ഒരു സമയത്ത് പെട്ടെന്ന് ചെയ്ത് പോകാനോ പറ്റും. ഇത് ഒരു ദിവസം അല്ലല്ലോ, ഇതൊരു 6 ദിവസം അടുപ്പിച്ച് നമ്മൾ ചെയ്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ഗവൺമെൻറ് അത്രയും വലിയ ഇൻഫ്രാസ്ട്രക്ചർ അതിനോട് സപ്പോർട്ടീവായിട്ട് ചെയ്യേണ്ടി വരും. അതൊക്കെ ഒന്നും പ്രാക്ടിക്കലല്ല. അതുകൊണ്ട് തന്നെ ഒഴിവായി എന്നുള്ളേ ഉള്ളൂ. അതുകൊണ്ട് അതിൽ നിന്നുണ്ടാകുന്ന ഡാമേജസ് ഇതിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒഴിവായി എന്നുള്ളൂ. അല്ലാണ്ട് ഭക്ഷണം കൊടുക്കുമ്പോൾ നല്ല ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ ചീത്തയാവുക എന്നുള്ളൊരു പ്രശ്നം. നോൺ വെജ് നമ്മൾ കൊടുക്കാറുണ്ട്. നമ്മളെന്ന് പറഞ്ഞാൽ എനിക്ക് നോൺ വെജിൻ്റെ ടീമുണ്ട്, അവർ ചെയ്യുന്നുണ്ട്. സ്കൂൾ കായികമേളകൾക്ക് ഇപ്പോൾ കഴിഞ്ഞ മുമ്പത്തെ വർഷം കഴിഞ്ഞ വർഷം തന്നെ തൃശ്ശൂർ വെച്ചിട്ടാണ് സംസ്ഥാന സ്കൂൾ കായികമേള നടന്നത്. അതായത് സ്പെഷ്യൽ ഒളിമ്പിക്സ് എന്നുള്ള ആ ഒരു രീതിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്ന് 20,000 കുട്ടികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ ചെയ്യാൻ ആളില്ലാഞ്ഞിട്ടില്ല, ചെയ്യാൻ ആളുണ്ട്. പക്ഷേ കലോത്സവങ്ങളായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ്. കായികമേളയ്ക്ക് തന്നെ നമ്പർ കറക്റ്റായിരിക്കുമല്ലോ, ഒറ്റ വ്യത്യാസം വരുന്നില്ല. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അവിടെയാണ്. ഇപ്പം നമ്മൾ കലോത്സവങ്ങൾക്ക് വേണ്ടി ഇപ്പം 30,000 പേർക്കാണ് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അത് എങ്ങനെയാണ്, അത് ആസ്വദിച്ചാണോ ചെയ്യുന്നത്, അതോ ഇത്തിരി കുട്ടികൾക്കാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇത് ഇത്രയും ശ്രദ്ധ വേണം എന്നുള്ളതിൻ്റെ ടെൻഷൻ ഉണ്ടാവാറുണ്ട്? ടെൻഷൻ്റെ ആവശ്യമില്ല. കാരണം അതൊരു മാനേജ്മെൻറ്റ് പ്രോസസ്സാണ്. ശരിക്കും പാചകത്തിനേക്കാൾ അപ്പുറം ഒരു മാനേജ്മെൻറ്റ് സ്കില്ലാണ്. നമ്മളിപ്പോൾ എത്ര ആൾക്കാർ വന്നാലും അത്രയും പേരെ ഫീഡ് ചെയ്യുന്നതല്ല. പിന്നെ പൊതുവെ നമ്മൾ കുറച്ച് ഹൈജീനിക്കായിട്ടാണ് നമ്മൾ പ്രിമൈസസൊക്കെ നോക്കുന്നതും ജോലി ചെയ്യുന്നതും പണിക്കാർ നോക്കുന്നതെല്ലാം. അതുകൊണ്ട് വലിയ ടെൻഷനൊന്നും തോന്നിയിട്ടില്ല. ടെൻഷനിൽ ആസ്വദിച്ച് തന്നെയാണ് ചെയ്യുക. അതെ, ആൾക്കാരെ വോളിയം കൂടുന്നവരും നമുക്ക് ഇത് കൂടുള്ളൂ, ആവേശം കൂടുകയാണ്, റിസ്ക് കൂടുന്നൊരു ആവേശം കൂടുക, അങ്ങനെയാണ്. അപ്പോൾ എത്ര പേരുടെ ഒരു ടീമാണ് നിങ്ങൾ? അതിപ്പോൾ നമ്മൾക്ക് ഒരു 100-120 ആൾക്കാർ വരുന്നുണ്ട് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട്. അപ്പോൾ അത്ര ആൾക്കാരെ നമ്മൾ ഒന്നിച്ച് ആവശ്യമുള്ള സ്ഥലത്ത് എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകും, അല്ലെങ്കിൽ ആവശ്യമുള്ള ആൾക്കാരെ മാത്രം നമ്മൾ കൊണ്ടുപോകും. ഈ ടീമിലുള്ളവരെല്ലാം മാറുമോ അതോ സ്ഥിരമായിട്ട് കുറേ പേര്? അല്ല, അങ്ങനെയൊന്നുമില്ല, അത് മാറിക്കൊണ്ടിരിക്കുക. അത് ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ചായിരിക്കും ഓരോരുത്തരും വരിക. അതിൻ്റെ അകത്ത് ഫ്ലക്ച്വേഷൻ ഉണ്ടാവും, നമ്പേഴ്സിലും ഉണ്ടാവും, വരുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ എല്ലാം ഉണ്ടാവും. ഇപ്പം നമ്മൾ സദ്യയിലേക്ക് വന്നാൽ
സദ്യയിൽ അങ്ങേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവം ചോദിച്ചാൽ എന്താ അല്ല അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ ഡിസ്ക്രിമിനേഷൻ ഇല്ല. എല്ലാ വിഭവങ്ങളും ഇഷ്ടമാണ്. പിന്നെ ഏറ്റവും കൂടുതൽ എഫർട്ട് എടുത്ത് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് പാലടയും പിന്നെ ഒന്ന് പഴപ്രഥമനും. ആ. വെജിറ്റേറിയൻ സദ്യയിൽ ഏറ്റവും കൂടുതൽ എഫർട്ട് എടുത്ത് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിനോട് പ്രത്യേക താല്പര്യം എന്നുള്ളതേ ഉള്ളൂ. എല്ലാ വിഭവങ്ങളും ഇഷ്ടമാണ് ഒരുപോലെ. ഓരോ കലോത്സവങ്ങൾക്ക് പോകുമ്പോഴാണെങ്കിലും അവിടെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഐറ്റംസ് അത് കഴിഞ്ഞ തവണ തൃശ്ശൂരിൽ എനിക്ക് ഓർമ്മയുണ്ട് പ്രോട്ടീൻ ദോശ എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. പിന്നെ പായസങ്ങൾ സാധാരണ അല്ലാത്ത ഇംപ്രവൈസേഷൻ ഏറ്റവും കൂടുതൽ കൊണ്ടുവരാറുള്ളത്. അതെ അതെ അതെ, പായസമാണ് ഇംപ്രവൈസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ എളുപ്പമൊന്നുമല്ല. അത് നമുക്കൊരു ഐറ്റം ഉണ്ടാക്കിയാൽ മതിയല്ലോ, അപ്പം നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പം ഈ സദ്യയിൽ അങ്ങ് നേരിട്ട് ഉണ്ടാക്കുന്ന ഐറ്റം ഏതാണ്? പായസങ്ങളെല്ലാം നേരിട്ട് തന്നെ ഉണ്ടാക്കാറ്, ഏത് പായസമായാലും. പായസമാണ് അപ്പം ഇഷ്ടപ്പെട്ട. അല്ല, ബാക്കിയുള്ള ചെയ്യാൻ ആളുണ്ട്, അവർക്ക് ചെയ്തുള്ളൂ. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മാത്രം മതി. പായസങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്, അതെല്ലാവരും ഒരുപോലെ വരികയല്ല. കാരണം ഞാൻ തന്നെ അതിനുവേണ്ടി നിൽക്കാറുണ്ടെന്നുള്ളൂ. അപ്പോൾ പായസമാണ് നേരിട്ട് കൃത്യമായിട്ട് ചെയ്യുന്നത്. അല്ലാത്തത് അപ്പം ഇപ്പം സ്പെഷ്യൽ പായസങ്ങളൊക്കെ തന്നെ തീരുമാനിക്കുകയാണോ ചെയ്യുന്നത്? അതെ, അത് നമ്മൾ നേരത്തെ തീരുമാനിച്ചിട്ട് അത് എങ്ങനെ ഉണ്ടാവും, അവൈലബിലിറ്റിയും കൂടെ നോക്കിയിട്ട്. ഒന്ന് സബ്ജക്റ്റ് അവൈലബിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ. പിന്നെ അത് എഫക്റ്റീവ് ആവുമെന്ന് ആദ്യം ഒന്നുകൂടി ട്രൈ ചെയ്യാം. നമ്മൾ വീട്ടിൽ വെച്ചിട്ട് തന്നെ ആദ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അത്രമാത്രം എഫക്റ്റീവ് ആവും എന്നനുസരിച്ച് നോക്കും. ഒരു പുതിയ പായസം വെച്ച് എപ്പോഴും നമ്മൾ ആദ്യം വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഒരു ലൈഫ് ടൈം എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ കൊടുക്കുള്ളൂ. ശരി, ഉണ്ടാക്കി കഴിച്ചു നോക്കും. കഴിച്ചു നോക്കൽ മാത്രമല്ല, അതിൻ്റെ ലൈഫ് ടൈമാണ് ആദ്യം നോക്കുക. കാരണം ഇതൊരു 11 മണിക്ക് നമ്മൾ ഊണ് തുടങ്ങിയ ഒരു 3:30-4 വരെയൊക്കെ അങ്ങനെ പോകും. അപ്പോൾ ഒരു 5 മണിക്കൂർ 6 മണിക്കൂറൊക്കെ ഈ സാധനം ഇരിക്കുമോ. പുതിയതായിട്ടുണ്ടാകും പുതിയ മെറ്റീരിയലൊക്കെ ചെയ്യുമ്പോൾ അത് കുറച്ച് റിസ്ക് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ കൊല്ലത്ത് വെച്ചിട്ട് 2008 ആദ്യമായിട്ട് ചേനപ്പായസം വയ്ക്കുന്നത്. പിന്നെ പല സ്ഥലങ്ങളിലും കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഫസ്റ്റ് ഉണ്ടാക്കുന്ന അവിടെയാണ്. പക്ഷേ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പരമാവധി 3.5 മണിക്കൂറേ കിട്ടുള്ളൂ. അപ്പോൾ ചേനപ്പായസം അത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അകത്ത് ഇൻഫെക്ഷൻ വന്നിട്ട് അതിങ്ങനെ കുമ്പള പൊട്ടാൻ തുടങ്ങും. കാരണം അതൊരു റോ മെറ്റീരിയലാണ്, ഒരു പഴുത്ത സാധനമല്ല. റോ മെറ്റീരിയൽ ആയ കാരണം അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ളത് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഈ 3.5 മണിക്കൂർ കഴിഞ്ഞാൽ കൊടുക്കാൻ വേറൊരു സപ്പോർട്ടീവായിട്ട് വേറൊരു പായസം ഉണ്ടാക്കി വെച്ചിരിക്കും, എന്നാലേ ഈ സാധനം കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം ഏതെങ്കിലും പായസം കൊടുക്കണല്ലോ എന്തായാലും. അപ്പോൾ ആളുകൾ പരാതി പറയില്ലേ ആദ്യം വന്നവർക്ക് ചേനപ്പായസം അതില്ല നമുക്കറിയാലോ പ്രായോഗികമായിട്ട് ഉണ്ടായി എന്താണ് സംഭവിച്ചത്. ഈ പ്രായോഗികത അപ്പൊ പറഞ്ഞ അവർ മനസ്സിലാക്കി പറ്റുള്ളൂ. ആദ്യം വന്നവർക്കൊക്കെ ചേനപ്പായസം കൊടുത്തു, ഞങ്ങൾക്ക് തന്നില്ല. അവരാദ്യം വരാത്തത് നമ്മളെ കുറ്റമല്ല, നിങ്ങൾ ആദ്യം വന്നിട്ട് നിങ്ങൾക്ക് കിട്ടുമായിരുന്നു, നമുക്കതേ പറയാൻ പറ്റുള്ളൂ. അല്ല, അപ്പോൾ അവരോട് നമുക്കിത് പറയാൻ പറ്റില്ലല്ലോ. അതാണ് ലൈഫ് നോക്കിയിട്ട് വയ്ക്കാൻ പറ്റില്ല. കാരണം എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നിട്ട് ഇപ്പോൾ ഈ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ കാലഘട്ടത്തിനാണ് ഈ മേജർ കംപ്ലയിൻസ് ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല നമ്മൾ. അപ്പോൾ പിന്നെ ഇപ്പോഴും നമ്മൾ നോക്കി തന്നെയാണ് പോകണം. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാനാണ് മാക്സിമം ശ്രദ്ധിക്കുക. ഉണ്ടാക്കിയിട്ട് അത് റെക്ടിഫൈ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഉണ്ടാവാതിരിക്കാനാണ് ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ 3.5 മണിക്കൂർ കഴിഞ്ഞിട്ടും പായസത്തിന് കേട് വന്നിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ കൂടി നമ്മൾ കൊടുക്കില്ല, അത് മാറ്റി വെച്ചേക്കും, നമ്മൾ അടുത്ത ഐറ്റം കൊടുക്കും. കാരണം ശരിക്കും 3.5 മണിക്കൂർ കിട്ടാറുള്ളൂ. ഇതിനു മുമ്പ് നോക്കിയപ്പോഴൊക്കെ ചില സ്ഥലങ്ങളിൽ കിട്ടുന്ന വെള്ളത്തിൻ്റെ വ്യത്യാസം കൊണ്ടൊക്കെ ചിലപ്പോൾ 1/2 മണിക്കൂറും കൂടെ കൂട്ടി കൊടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ അതിന് ആ ഒരു രീതിയിൽ നമ്മൾ ട്രൈ ചെയ്യാൻ ശ്രമിക്കാറില്ല എന്നുള്ള സത്യം. ശരി, അത് വലിയ റിസ്ക്കുകൾക്ക് പോവില്ല. റിസ്ക്കുകൾ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അപ്പം ആ മെറ്റീരിയലെടുത്ത് അതുപോലെ കളയുള്ളൂ. നമ്മൾ പിന്നെ സെർവ് ചെയ്യില്ല, ഒന്നും ചെയ്യില്ല, അടുത്ത ഐറ്റം ഉണ്ടാക്കി കൊടുക്കുക. ഈ ഔദ്യോഗിക പരിപാടികൾക്കാണ് പ്രധാനമായിട്ടും ഒരുപാട് അങ്ങയുടെ സംഘവും പോവാറുള്ളത്. ഈ സ്വകാര്യ പരിപാടികൾ എങ്ങനെയാണ്? ഈ സദ്യകൾ, വിവാഹങ്ങൾ, അത് കൂടുതലായിട്ട്? വിവാഹങ്ങൾ ഓണ സീസണിലുണ്ട്. ചിങ്ങമാസത്തിൽ ഈ കർക്കിടക മാസം ബ്രേക്കിന് ശേഷം വരുന്നല്ലേ ചിങ്ങമാസം, അത് നല്ലോണം പ്രോഗ്രാംസ് ഉണ്ട്, പതിവുണ്ട്. ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അതിനും സമയം കിട്ടുന്നതും അതിനും പോകും. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അതോ? അങ്ങനെയൊന്നുമില്ല, എല്ലാ സ്ഥലത്തും പോകും. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ദിവസങ്ങളെല്ലാം നമ്മൾ പോകും, അല്ലെങ്കിൽ നമ്മുടെ ടീംസിനെ വിടും. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇതുണ്ടല്ലോ, നമ്മുടെ ഹോട്ടൽ അത് നടക്കുക. അത് നമ്മളുമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സെപ്പറേറ്റ് സ്റ്റാഫാണ്, അത് വരച്ച് തരണം. കാരണം അല്ല, ബ്രാൻഡ് ചെയ്യൽ മാത്രമല്ല, നമ്മുടെ തന്നെയാണ് ഹോട്ടൽസ് നമ്മൾ തന്നെയാണ്. പക്ഷേ നമ്മൾ കിച്ചണെല്ലാം നമ്മുടെ സ്റ്റാഫ് തന്നെയാണ് നിൽക്കണം. അവർക്ക് എന്തെങ്കിലും സംശയം നമ്മൾ പോയി ചെയ്ത് കൊടുക്കും, അത്രേ ഉള്ളൂ. അതെല്ലാ ഹോട്ടൽസും അങ്ങനെ പറ്റുള്ളത്. ഒരാളെ കൊണ്ട് തന്നെ എല്ലാ ഹോട്ടലുകളും കൊണ്ടു നടക്കാനൊന്നും പറ്റുമെന്നില്ലല്ലോ. ഇപ്പം ഇത്രയും സദ്യ ചെയ്ത ഒരു സമയത്ത്
വല്ലാണ്ട് വിഷമിച്ചു പോയ ഒരു സന്ദർഭം നേരത്തെ ഉണ്ടായ ഒരു കോൺട്രവേഴ്സി അതല്ല അത് അങ്ങ് എന്താണ് കൃത്യമായിട്ട് സംഭവിച്ചതെന്ന് ആളുകൾക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. പിന്നെ മാധ്യമങ്ങൾക്ക്, ഞങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്ക് അതിൽ വലിയ പങ്കുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വിഷമിച്ചു പോയ ഒരു സന്ദർഭം അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയില്ല. നമുക്കിപ്പോൾ ഈ വലിയ ആൾക്കാരുടെ എണ്ണം കൂടുന്നിടത്തൊക്കെയാണ് ഏറ്റവും പ്രശ്നമുണ്ടാകുക. ഏറ്റവും കൂടുതൽ വോളിയം വരിക ചില സമയങ്ങളിൽ യാദൃശ്യമായിട്ട് ചില പണിക്കാരുടെ ഷോർട്ടേജ് വരിക, അപ്പോൾ രാവിലെ ഫിനിഷ് ചെയ്യാൻ പറ്റാണ്ട് അത്തരം സമയങ്ങളിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ തോന്നിയിട്ടുണ്ട്. വിഷമിച്ച സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. അതായത് ഈ വിളമ്പി എത്തിക്കാൻ കഴിയാതെ വരുന്നതാണോ? അങ്ങനെയല്ല, വിളമ്പി എത്തിക്കാൻ കഴിയാതെ വരുന്നതല്ല. അതിപ്പോൾ ഈ ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിലൊരു സ്കന്ദപുരാണ മഹായജ്ഞം 2009 എൻ്റെ ഓർമ്മ നടന്നിരുന്നു. 15 ദിവസത്തെ തുടർച്ചയായിട്ടുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആ പ്രോഗ്രാം തുടങ്ങിയ സമയത്ത് തന്നെയായിരുന്നു സംസ്ഥാന സ്കൂൾ കായികമേള കോട്ടയത്ത് വെച്ച് നടക്കുന്ന സമയം കൂടിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ എത്തിയത്. അപ്പോൾ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും 15 ദിവസത്തെ പരിപാടിയല്ല, 10-12 ദിവസം കഴിയുമ്പോഴത്തേക്കും പണിക്കാർക്ക് ഓട്ടോമാറ്റിക്കലി മടുത്തു പോകുക. പക്ഷേ അവിടെ അങ്ങനെയല്ല, അവസാനം അത് ആൾക്കാർ സാധനങ്ങൾ കൊണ്ടു കൊടുക്കുക. ഏതാണ്ട് 24ഓളം ടെമ്പോയ്ക്കകത്ത് നിറയെ ലാസ്റ്റ് ഡേ ആയപ്പോഴത്തേക്കും സാധനങ്ങൾ കൊണ്ടിറക്കും. നമ്മൾ മുഴുവൻ പാചകം ചെയ്തേ പറ്റുള്ളൂ. ഏതാണ്ട് 75,000-ന് മുകളിൽ ആൾക്കാർക്ക് കൊടുക്കണം. പക്ഷേ അപ്പോൾ ലാസ്റ്റ് ഡേ ഇതൊരു ഇങ്ങനെ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്ന് സംശയം തോന്നിയ സമയം പണിക്കാരൊക്കെ എല്ലാവരും വല്ലാണ്ട് ക്ഷീണിച്ചിട്ടുണ്ട്. പുതിയ ആൾക്കാരെ കൊണ്ടുവരാനൊന്നുമില്ല. നമ്മുടെ അന്നിപ്പോൾ ഇത്ര തന്നെ ഇപ്പോൾ 10-15-17 വർഷങ്ങൾക്ക് മുൻപാണ്. ഉറക്കയിൽ മാത്രം അന്ന് ഇത്രയും നമുക്ക് സ്റ്റാഫ് ഇത്തിരി കുറവുണ്ടായിരുന്നു വെച്ചോളൂ. ഇപ്പോഴാണ് പിന്നെ നമുക്ക് ഔട്ട്സോഴ്സ് ചെയ്യാൻ ഇഷ്ടം പോലെ വഴികളുണ്ട്. അന്നത്ര ഇല്ലായിരുന്നു. പക്ഷേ ലാസ്റ്റ് ഡേ എന്തോ നമ്മളിത് തീരുമോ എന്ന് വല്ലാണ്ട് പേടിച്ചൊരു സമയം ഉണ്ടായിരുന്നു. കാരണം പിറ്റേ ദിവസം നമ്മൾ ഫുഡ് കൊടുത്തേ പറ്റുള്ളൂ. അത്രയും മെറ്റീരിയൽ ഒരു വലിയ ഹാൾ കറ കൂട്ടിയിട്ടേക്കാം. അപ്പോൾ അന്ന് ഞാൻ അവിടുത്തെ പൂജാരിയായിരുന്ന ആളോട് ഞാൻ പറയും, എനിക്ക് വല്ലാണ്ട് പേടി തോന്നുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് പേടിച്ചൊരു ദിവസമാണ്. കാരണം ഇങ്ങനെ കൊടുക്കാൻ പറ്റിയല്ലോ എന്ന് പറഞ്ഞത്. നേരിട്ട് പോയി അമ്മയോട് പറയാം. അമ്മ അവിടെ തന്നെ പോയി പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത് എന്നോട്. അപ്പോൾ ഞാൻ പോയി നേരിട്ട് പോയി കുളിച്ചിട്ട് അവിടെ പോയി അയ്യറിനോട് കൂടി തന്നെ പ്രാർത്ഥിച്ചിട്ട് വന്നു. പക്ഷെ അതൊരു വലിയ മിറക്കിളായിരുന്നു. നമ്മൾ ഒട്ടും നടക്കിയാലാന്ന് തീരുമാനിച്ചൊരു കാര്യം ഏതാണ്ട് 6 മണിക്കൂർ കൊണ്ട് നമുക്കൊരു ചെയ്യേണ്ട പ്രോഗ്രാമിൻ്റെ 70% നമ്മൾ കൊടുക്കാൻ പറ്റി. അതായത് രാവിലെ 9 മുതൽ വൈകുന്നേരം 7 വരെ ഫുഡ് കൊടുക്കണം. അപ്പോൾ സമയമുണ്ട്. ഭക്ഷണം കൊടുത്തു തുടങ്ങിയാൽ പോലും പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. അപ്പോൾ അത്തരം ചില സമയങ്ങളിലൊക്കെ നമുക്ക് ചില ഗ്രേസ് കിട്ടാറുണ്ട്. അത് വല്ലാത്തൊരു വിശ്വാസത്തിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളാണ്. ദൈവാനുഗ്രഹം. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കൈ എന്നൊക്കെ പറയുന്നത്, ദൈവത്തിൻ്റെ കയ്യൊപ്പം എന്നൊക്കെ പറയാം. അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് നമ്മളെ കൊണ്ട് മാത്രമൊന്നുമല്ല. കാരണം ഒരു എക്സ്റ്റേണൽ ഫോഴ്സോടെ ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണ്. അത് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല, പക്ഷേ അനുഭവം കാണിക്കും. എപ്പോഴും ഭക്ഷണം എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ചിലപ്പോൾ 2-3 പേർക്കായിരിക്കും ഉണ്ടാക്കുക. പക്ഷേ നമ്മൾ ഭക്ഷണം അങ്ങനെയാണല്ലോ, അത് ഒരാൾ കഴിച്ച് അവരുടെ അകത്തേക്ക് പോകുന്നതാണ്. അതെ. ഭക്ഷണം എപ്പോഴും ഷെയർ ചെയ്യപ്പെടേണ്ടതാണ്. ഭക്ഷണം ഒരാൾക്ക് കൊടുക്കുന്നതിനേക്കാളപ്പുറം അത് ഷെയർ ചെയ്യപ്പെടേണ്ടതാണെന്നുള്ളതാണ് എൻ്റെ. കഴിക്കുന്ന ആൾ ഷെയർ ചെയ്യണം. അല്ലല്ല, ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഷെയർ ചെയ്യപ്പെടണം. നമ്മുടെ നമ്മളൊരാൾക്ക് കൊടുക്കുന്നതിനേക്കാൾ അപ്പുറം അത് ആ ഭക്ഷണം വേറൊരാൾക്ക് കൂടി അവകാശപ്പെട്ടാന്നൊരു ധാരണയോട് കൂടി വേറൊരാൾക്ക് കൂടി കൊടുക്കാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ നമ്മുടെ പാത്രത്തിൽ ഇപ്പോഴും ഭക്ഷണം ഉണ്ടായിരിക്കും. ഇപ്പം അഞ്ചലിയുടെ അക്ഷയപാത്രം പോലെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഭക്ഷണത്തിന് മുട്ടുണ്ടാവില്ല. സത്യമായിട്ടുമില്ല. ജീവിതാനുഭവമാണ്. എൻ്റെ അനുഭവം അതാണ്. അതെ. അപ്പോൾ ഓണക്കാലമാണ്. ഓണസദ്യയെക്കുറിച്ച് ചോദിച്ചാൽ എന്താ പറയുക? ഓണസദ്യ എന്ന് പറഞ്ഞാൽ ടിപ്പിക്കൽ ഓണസദ്യ എന്നൊരു സംഭവം ഇല്ല കേരളത്തിൽ. അത് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോരോ സ്ഥലങ്ങളിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന രീതികളുടെ വ്യത്യാസം കൊണ്ടാണ്. അപ്പോൾ 56 ഐക്യകേരളം വന്നതിന് ശേഷം ഈ മലബാർ ഏരിയ കേരളത്തിനോട് ചേർന്ന് കഴിഞ്ഞപ്പോഴേക്കും മലബാറിലെ തനത് ഫുഡ് അല്ലെങ്കിൽ ഭക്ഷണ സംസ്കാരം കൂടി വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഓണക്കാലത്ത് നോൺ വെജ് എല്ലാ വീടുകളിലും നോൺ വെജ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ പിന്നെ ഓണസദ്യ അങ്ങനെ ആയിരിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലോ. പിന്നെ ഇപ്പോൾ പാലക്കാട് ജില്ലയിലെ ഏറനാടൻ ഗ്രാമങ്ങൾ അവിടെയൊക്കെ ഈ രാവിലെ പഴന്നുറുക്ക് നിർബന്ധം. മധ്യ തിരുവിതാംകൂറിലേക്ക് എത്തുമ്പോഴാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഒരു ദിവസം മാറ്റി കിട്ടിയാലേ അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനൊരു ടിപ്പിക്കൽ ഓണസദ്യ എന്നൊരു സംഭവമല്ല. ഈ കർക്കിടക മാസം വറുതിക്ക് ശേഷം അന്ന് കർക്കിടക മാസം ഇത് കഴിഞ്ഞ് ചിങ്ങത്തിലേക്ക് എത്തുമ്പോഴാണ് കൊയ്ത്തുപാട്ടും പുതിയ നെല്ലും നിറവുത്തരിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം. അങ്ങനെയുള്ള കർക്കിടകത്തിൻ്റെ അവസാനം ചിങ്ങത്തോട് കൂടിയാണല്ലോ. അപ്പോൾ പുതിയ നെല്ല് കിട്ടുന്ന കൊയ്ത്ത് കഴിഞ്ഞിട്ട് പുതിയ ധാന്യം വന്നതിൻ്റെ ഒരു ആഘോഷം എന്നുള്ള നിലയിലേക്ക് നമ്മൾ ഓണത്തിനെ മാറ്റേണ്ടതുണ്ട്. ആ കാലങ്ങളുടെ വ്യത്യാസം. അതിപ്പോൾ മാറി കഴിഞ്ഞപ്പോൾ അതെല്ലാം മാറി. ഇപ്പോൾ പിന്നെ ഒന്നും സദ്യയാണ്, എല്ലാ സ്ഥലത്തും സദ്യയാണ്. അന്ന് ഓണത്തിന് സദ്യ കിട്ടാനുള്ള സാധ്യതകളെ ഉണ്ടായിരുന്നില്ല. അത് കാരണം ഒരു പായസം വയ്ക്കുന്നു, കുറച്ച് ഉപ്പേരി വറക്കുന്നു, കുറച്ച് പഴന്നുറുക്ക് ഉണ്ടാക്കണം, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ കുറച്ച് കളിക്കുമ്പോൾ ഓണക്കോടികൾ കൊടുക്കുന്നു. ആ ഒരു സങ്കല്പത്തിൽ അപ്പുറത്തേക്ക് ഓണസദ്യക്ക് അത്ര വലിയൊരു പ്രാധാന്യമൊന്നുമില്ല.
ഇപ്പം ഈ പിന്നെ പാചക ജോലിയിലേക്ക് അങ്ങ് വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ വന്ന് ഒരു കുറച്ച് സമയം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പൊക്കെ ഈ ഓണത്തിൻ്റെ സമയത്ത് വീട്ടിൽ പാചകം ചെയ്യാറുണ്ടോ? ഇല്ല, ഞാൻ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ ഈ ആദ്യകാലങ്ങളിൽ ചെറിയ തോതിലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് കലോത്സവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിലൊരു യൂണിറ്റിൻ്റെ കണക്കാണല്ലോ, 100 പേർക്ക് ഇത്ര എന്നൊരു കണക്കുണ്ട്. അപ്പോൾ 100ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എത്ര വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ താഴെ ഒരു 50 പേർക്കോ അല്ലെങ്കിൽ 30 പേർക്കോ വയ്ക്കാൻ പറയാതെ എപ്പോൾ കൊളായെന്നൊക്കെയാണ്. അത് നടക്കില്ല. അയ്യോ, ഒന്നെങ്കിൽ ഭയങ്കര ഉപ്പായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര എരിവായിരിക്കും. കാരണം നമ്മുടെ കയ്യിൽ ഒതുങ്ങല്ല, ഇതെല്ലാം കൈയളവാണ്. പിന്നെ കുക്കറി ഷോയ്ക്കൊക്കെ സ്പൂൺ എടുത്തിട്ട് നമ്മൾ കാണിക്കും, അതിന് വേറെ ആരും കഴിക്കുന്നില്ല, കാണുന്നില്ലാണല്ലോ, കാഴ്ചയിലൊന്നും കാണിക്കല്ലോ. അതുകൊണ്ട് 5000 പേർക്ക് വെക്കാം, പക്ഷെ 5 പേർക്ക് വെക്കാം. വലിയ പാടാ. കൈക്കണക്ക് കിട്ടില്ല, അവിടെയാ പ്രശ്നം. അപ്പോൾ വീട്ടിൽ അങ്ങനെ ഒരു സംവിധാനത്തിന് പോകാറേ ഇല്ല. അതിനവിടെ അവരുണ്ടല്ലോ, അവരൊക്കെ ചെയ്തോളൂ. എല്ലാവരും പാചകം അറിയാവുന്ന ആൾക്കാർ തന്നെ. വൈഫ് പാചകം ചെയ്യും, എല്ലാം ചെയ്യും. ഇപ്പം നമ്മുടെ കേരളത്തിൽ നമ്മളെ ഹോട്ടലുകളാണെങ്കിൽ നോക്കിയാൽ ഒരു അറേബ്യൻ ഫുഡിൻ്റെ ഒരു സംസ്കാരം കൂടുതലായിട്ട് ആളുകൾ കഴിക്കുന്നുണ്ട്. ഇപ്പോൾ മന്തി, അൽഫാം, അങ്ങനെ പല സ്ഥലങ്ങളിൽ കൂടുതൽ കിട്ടും. അത് നമ്മുടെ ഒരു കൾച്ചറലിനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഫുഡല്ല, പക്ഷേ ആളുകൾക്ക് ഇഷ്ടമുള്ളത് എന്തും കഴിക്കാം. മാത്രമല്ല നമ്മൾ മിഡിൽ ഈസ്റ്റുമായിട്ട് അത്രയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളായതുകൊണ്ട് അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ. കാരണം പ്രവാസി മലയാളികളാണ് ഈ സംഭവങ്ങളൊക്കെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഇതുവരെ കിട്ടാത്തൊരു ഭക്ഷണം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആൾക്കാർ കുറച്ച് കാലത്തേക്ക് ആകർഷകരായി എന്നുള്ളതിനപ്പുറത്തേക്ക് സ്ഥിരമായി അതിനൊരു നിലനിൽപ്പുണ്ടാകുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കുറേ കാലം എല്ലാവരും അതും സെലിബ്രേറ്റ് ചെയ്യും, അത് കഴിയുമ്പോൾ അടുത്ത ഐറ്റം വരും, പിന്നെ അതിലേക്ക് മാറും. പുതുമ തേടിയിട്ടുള്ളതാണല്ലോ ഭക്ഷണമായാലും എന്തായാലും. പുതിയ ഭക്ഷണ സംസ്കാരം വരുന്നതിനോടൊന്നും നമുക്ക് എതിർപ്പ് പറയാൻ പറ്റില്ല. പക്ഷെ അതൊരു ജനാധിപത്യ രീതിക്ക് അതെല്ലാം വരേണ്ടതാണ്. പക്ഷേ അതാണ് ഭക്ഷണം എന്ന് പറയുന്നതിനോട് മാത്രം നമുക്ക് എതിർക്കപ്പെടേണ്ടതാണെന്നുള്ളത്. അല്ല, അപ്പം നമ്മൾ ഏതെങ്കിലും ഇവന്റുകൾ ഏറ്റെടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ ആവശ്യപ്പെടാറുണ്ടോ? അപ്പം നമുക്കിപ്പോൾ ഇല്ല, നോൺ വെജ് സദ്യ ഒരിക്കലും ഞാൻ എടുക്കില്ല. കാരണം അത് നോൺ വെജ് കാറ്ററേഴ്സ് കേരളത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ വെജിറ്റേറിയൻ സദ്യ മാത്രമേ ചെയ്യുള്ളൂ. പിന്നെ നോൺ വെജ് ചെയ്യുന്ന ഗവൺമെൻറ് പ്രോഗ്രാംസുകളിൽ ഈ കായികമേള പോലുള്ള സംഭവങ്ങൾക്ക് നിർബന്ധമായിട്ടും കൊടുക്കേണ്ട, അല്ലെങ്കിൽ ഈ സംഘടനകളുടെ, അതായത് NGO യൂണിയൻ, KST, NGO അസോസിയേഷൻ, അങ്ങനെ ഒരുപാട് KPST, ഒരുപാട് സംഘടനകൾ, അധ്യാപക സംഘടനകളും മറ്റ് അസോസിയേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അവരുടെയൊക്കെ വാർഷിക സമ്മേളനങ്ങളിൽ നോൺ വെജ് ചോദിക്കാറുണ്ട്. അപ്പോൾ അപ്പോഴും ഞാൻ ഇവരെ കൊണ്ടുവന്ന് അവർക്ക് നോൺ വെജ് വെച്ച് കൊടുക്കാറെന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു സദ്യയുടെ ഓർഡറിൽ ഒരിക്കലും നോൺ വെജ് എടുക്കില്ല. അങ്ങ് നോൺ വെജ് വെക്കാത്തത് അങ്ങക്ക് അതിനോട് എതിർപ്പുണ്ടായത് കൊണ്ടല്ല, മറിച്ച് അറിയാം. അതിൻ്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ കേരളത്തിലുണ്ട്, ഒരുപാട് കാറ്ററേഴ്സ് ഉണ്ട്. അവിടെ ഇപ്പം ഞാനങ്ങോട്ട് കയറേണ്ട കാര്യമില്ലല്ലോ. മാത്രമല്ല നമ്മൾ ഓൾറെഡി ഇതിൽ എസ്റ്റാബ്ലിഷ് ആണ്. പിന്നെ ഇപ്പം ഞാനതിനെ വേറൊരു വഴി നോക്കുന്നില്ല. അതുകൊണ്ടാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ് ആളുകൾ മനസ്സിലാക്കേണ്ടത്. അതാണ് മനസ്സിലാക്കേണ്ടത്. നിർബന്ധമായിട്ടും കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ, ഇപ്പോൾ ഗവൺമെൻറ് ഫംഗ്ഷൻസിനൊക്കെ നമ്മൾ കൊടുക്കേണ്ട സ്ഥലങ്ങൾ കൊടുക്കാതിരിക്കാനും പറ്റില്ല. അപ്പം നമ്മൾ വേറെ ആളെ വെച്ചിട്ട് ചെയ്യിപ്പിച്ച് കൊടുക്കും. അതിന് അവർക്ക് തന്നെ സെപ്പറേറ്റ് പാത്രങ്ങളും സെപ്പറേറ്റ് സ്പേസും കൊടുക്കും, അവരത് ചെയ്തോളും എന്നുള്ളൂ. ഇത്രയും സദ്യകൾ ഉണ്ടാക്കിയ ആളാണല്ലോ, സദ്യ കഴിക്കാൻ ഇഷ്ടമാണോ? സദ്യ എന്നുള്ള രീതിക്ക് എനിക്ക് കഴിക്കാൻ പറ്റില്ല. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള. ഞങ്ങളൊക്കെ സദ്യ വളരെ ആസ്വദിച്ച് കഴിക്കുന്ന ആളുകളാണ്. കാരണം എപ്പോഴും കിട്ടുമെന്നുണ്ടെങ്കിൽ പോലും അത്ര ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് സദ്യ കിട്ടാറില്ല. സദ്യ കിട്ടുമ്പോൾ ഞങ്ങളൊക്കെ ഭയങ്കര ആസ്വദിച്ച് കഴിക്കുന്നതാണ്. പക്ഷേ ഇത്രയും സദ്യ ഉണ്ടാക്കിയിട്ട് സദ്യ ആസ്വദിച്ച് കഴിക്കാൻ ഞങ്ങൾക്ക് ഈ ഒന്നാമതെ പാചകം എന്ന് പറയുമ്പോൾ വല്ലാണ്ട് ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവം. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വെള്ളം കുടിക്കും. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരങ്ങളിൽ എന്ത് കിട്ടുന്ന, അല്ലെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ എന്തുണ്ടോ അത് കഴിക്കുന്നതിനോടാണ് താല്പര്യം കൂടുതൽ. അതായത് സദ്യ എന്ന് പറഞ്ഞിരുന്ന ഇലയിട്ട് വിളമ്പിട്ട് കഴിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. ഇപ്പം അങ്ങ് പാചകം ചെയ്യാത്തൊരു പരിപാടിയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരാൾ കല്യാണ സദ്യക്ക് വിളിച്ചാലോ ഞാൻ പാചകം ചെയ്യുന്നില്ലെങ്കിൽ അവിടെ പോയിരുന്ന ഒരു വർഷം കഴിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ അങ്ങനെ അത് വളരെ റെയറാണ്. ഒരു 1-2 സ്ഥലത്ത് എനിക്ക് പോകാൻ പറ്റുള്ളൂ ഈ കാലത്തിനിടയ്ക്ക്. കാരണം ഈ പറഞ്ഞ ഡേറ്റ്സിലെല്ലാം നമുക്കും പ്രോഗ്രാംസ് ഉണ്ടാവും സ്വാഭാവികമായിട്ടും. അപ്പം പിന്നെ വിട്ടിട്ട് പോകാൻ പറ്റില്ല. അപ്പം അങ്ങനെ സ്വസ്ഥമായിട്ടിരുന്ന് ഇതുവരെ ഒരു സദ്യ ഇത്രയും ആളുകളെ കൂട്ടിയിട്ടും ഇതുവരെ ആസ്വദിച്ചൊരു സദ്യ കഴിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ ഈ സ്കൂൾ കലോത്സവങ്ങളൊക്കെ ഏതെങ്കിലും ഒരു സമയത്ത് കുട്ടികളുടെ കൂടെ കൂർത്തി കയറിയിരുന്ന് അവരോടൊപ്പം, കാരണം അത് അവരുടെ ഒരു സന്തോഷം നമുക്ക് ഒന്ന് പങ്കാളികളാവാൻ, സന്തോഷത്തിനോടൊപ്പം പങ്കുചേരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇരിക്കാറുണ്ടെന്നുള്ളത്. സദ്യ എന്ന് പറയുന്ന ഒരു മടുപ്പാണ്. സദ്യ മടുപ്പാണ് ശരിക്കും. കഴിച്ചും മടുക്കും, ഉണ്ടാക്കിയും മടുക്കും. അത് എന്താ പറയുക, അത് അങ്ങനെ ഉണ്ടാക്കാത്ത ആളുകൾക്കാണ് അത് വളരെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റുക. കുടുംബം വൈഫ് ഖാദിമകളിലായിരുന്നു, ശാലിനി റിട്ടയർ ചെയ്തു. പിന്നെ മോൻ യദുവിൻ്റെ വൈഫ് അമൃത,
മോള് മാളവികയുടെ ഹസ്ബൻഡ് മിഥുൻ, രണ്ടുപേരും കല്യാണം കഴിഞ്ഞാണ്. മാളവികയ്ക്ക് 3 കുട്ടികൾ, യദുവിന് 2 കുട്ടികൾ, 5 കുട്ടികളുടെ മുത്തശ്ശനാണ്. അത് ശരി. അതിന് ഈ സദ്യയും കാര്യങ്ങളിൻ്റെ ഇടയ്ക്ക് കുട്ടികളുടെ കൂടെയൊക്കെ നിൽക്കാനൊക്കെ സമയം ഓ കിട്ടാറുണ്ടോ? അത് വലിയ വിഷമമാണ്. കർക്കിടകത്തിലല്ലേ ഉള്ളൂ ഒരു ഫാമിലി gap. ഗെറ്റ് ടുഗദറൊക്കെ ചുരുക്കമായിട്ടാണ് നിൽക്കാറുള്ളത്. വളരെ ചുരുക്കമാണ്. അപ്പം അതായത് കർക്കിടക സീസണിൽ ഒരു ചെറിയൊരു ഒഴിവ് കിട്ടും. അല്ല, അന്നേരം എന്തെങ്കിലുമൊക്കെ, അതായത് ഈ അതിനു മുമ്പ്, അതായത് ഈ ചിങ്ങത്തിലേക്കുള്ള ഒരുക്കം ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് കുറേ ഓട്ടങ്ങളുണ്ടാവും കർക്കിടകത്തിൽ. അപ്പം നമ്മൾ ഈ പച്ചക്കറികളൊക്കെ നമുക്ക് ഈ ആരാണോ ഈവന്റ് നമ്മളെ ഏൽപ്പിക്കുന്നത് അവരാണല്ലോ തരുന്നത്. അല്ല, നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. ഇല്ല. നമ്മൾ മൊത്തം എടുത്തിട്ട് അപ്പം പച്ചക്കറികളടക്കം നമ്മൾ എല്ലാ സാധനവും കൊണ്ടുപോകണം, എല്ലാ സാധനവും. അപ്പം അത് ഓരോരോ സ്ഥലത്തു നിന്നും. ഇപ്പോൾ ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിൽ അവിടെയാണെങ്കിൽ നമുക്ക് കോട്ടയത്ത് നിന്ന് എടുക്കും, തിരുവനന്തപുരത്ത് നിന്ന് ചാലം വരും, കൊല്ലത്ത് ഓരോരോ സ്ഥലത്തും സ്ഥിരം ആളുകളുണ്ട് സപ്ലൈ ചെയ്യാനായിട്ട്. അതിൻ്റെ ഒരു ക്വാളിറ്റി ഉറപ്പുവരുത്തി വായിക്കും. ക്വാളിറ്റി ഇപ്പോൾ അങ്ങനെ ഉറപ്പുവരുത്താൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ കിട്ടുന്ന സാധനം വെച്ച് ചെയ്യാന്നുള്ളേ ഉള്ളൂ. നല്ല തരുന്നതാണ്, അവർ തരുന്ന സാധനം നല്ലതാണെന്നൊരു വിശ്വാസം ഉണ്ടല്ലോ. വിശ്വാസം വലിയൊരു ഘടകം. ഇതിൻ്റെ അത് പ്രശ്നമുണ്ടെന്ന് തോന്നിയാൽ പിന്നെ നമുക്ക് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു വിശ്വാസത്തിൽ നമ്മളെല്ലാം ചെയ്തു പോകും. അപ്പോൾ ഓണക്കാലമാണ്. അപ്പം നമുക്ക് ഓണാശംസകൾ, ഓണസദ്യയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രേക്ഷകരോട് പറയാം അങ്ങേക്ക്. അതെ, ഓണക്കാലമാണ്. ചെറിയ രീതിയിലാണെങ്കിലും എല്ലാവരും ഈ ഓണക്കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്ന പ്രവാസി മലയാളികളാണ്. കേരളത്തിലുള്ള മലയാളികളെക്കാൾ കൂടുതൽ ഓണം ആഘോഷിക്കുന്നത്. കാരണം അവർക്ക് കിട്ടുന്ന സമയങ്ങളിൽ ഒരു പരമാവധി എൻജോയ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഓണക്കാലത്ത് കിട്ടുന്ന അവസരങ്ങളിൽ എല്ലാവരും ഒത്തുകൂടുകയും സന്തോഷം പങ്കുവയ്ക്കുകയും, നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുകയും ഭക്ഷണം പങ്കുവയ്ക്കും, സന്തോഷം പങ്കുവയ്ക്കുന്നതിനോടൊപ്പം തന്നെ ഭക്ഷണം പങ്കുവയ്ക്കുകയും ചെയ്തുകൊണ്ട് ഈ ഓണം മഹത്തരമാക്കി തീർത്തുകൊണ്ട് സന്തോഷത്തോടെ ഇരിക്കണം. എല്ലാവർക്കും ഓണാശംസകൾ. അപ്പം നമുക്ക് ഓണക്കാലത്ത് ഓണാശംസകളും അതോടൊപ്പം തന്നെ സദ്യയുടെ വിശേഷങ്ങളും എല്ലാമാണ് പഴയിടം പങ്കുവെച്ചത്. എല്ലാവരും പഴയിടം എന്ന് തന്നെയാണ് പറയാറ്, മുഴുവൻ പേര് വിളിക്കാറില്ല. അതുകൊണ്ട് ഞാൻ പഴയിടം എന്ന് പറയുകയാണ്. അത് പറഞ്ഞു വരുമ്പോഴത്തേക്ക് നാക്ക് ചുറ്റും, അത് കാരണം പഴയിടം പറഞ്ഞ് അവസാനിപ്പിക്കും. അപ്പം നമ്മുടെ ഈ പ്രോഗ്രാം, ഇതിൻ്റെ ക്യാമറ ചെയ്യുന്നത് 2 പേരാണ്. അപ്പം അവരവരുടെ കയ്യിൽ ഈ ക്യാമറ എടുത്തുകൊണ്ടാണ് ഇത്രയും മുഴുവൻ ഷൂട്ടും ചെയ്യാറുള്ളത്. നിങ്ങൾ കാണുന്നത് മുഴുവൻ ഇതിൻ്റെ മുന്നേ എപ്പിസോഡുകളെല്ലാം തന്നെ അവർ കയ്യിലെടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓണാശംസ പറയുന്ന സമയത്ത് അവരെയും കൂടെ നിർത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ 2 പേരും കൂടെ പെട്ടെന്ന് വരിക. അപ്പോൾ ഇതാണ് ഞാൻ 2 പേരെയും കൂടെ വിളിച്ചത്. ഇത് ജയകുമാർ, ഇത് സത്യരാജ്. ഇവരുടെ 2 കൈക്കരുത്തിലാണ് ഈ പ്രോഗ്രാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞങ്ങളുടെ എല്ലാം ഓണാശംസകൾ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ദിസ് ഈസ് ടീം വാക്ക് ദ ടോക്ക് സൈനിങ് ഓഫ്.